ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മൾ പുട്ടും പഴവും കേട്ടോ. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ അരിയൊക്കെ അടുപ്പത്തിട്ടാണ് കേട്ടോ. നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് അരി അടുപ്പത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് തളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയതുകൊണ്ട് അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ അതൊന്ന് ഇവിടുന്ന് വേവട്ടെ. അത് അപ്പോഴേക്കും നമുക്ക് കറിക്ക് ഉപ്പേരിക്കുള്ളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എടുത്തത് കയ്പ്പയും അതുപോലെ അത്തിപ്പയറുമാണ്. അതും ഇതുപോലെ കയ്പ്പ പറ്റാത്തവർക്ക് ഇതാ അത്തിപ്പയറും കേട്ടോ. ഒന്ന് ഞാൻ തന്നെ കേട്ടോ കയ്പ്പ പറ്റാത്തതുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ ഉപ്പേരിയൊക്കെ വെക്കണതിൽ ഞങ്ങൾ തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും മുളകും പാടെ ചതച്ചിങ്ങാണ്ടിടും കേട്ടോ. പയർ വെക്കണതിൽ മാത്രമേ ഉള്ളൂ സാധാ നമ്മൾ തൂമ്പിച്ച് വെക്കുള്ളൂ കേട്ടോ. ബാക്കി എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊക്കെ ഇവിടെ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും പാടെ ചതച്ചിങ്ങാണ്ട് ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്പ്പ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കയ്പ്പ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ എരിവും ഉപ്പും മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കയ്പ്പ് നല്ലോണം തോന്നാതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന ടൈം കൊണ്ട് നമ്മളെ ചോറ് ഇവിടെ വെന്ത് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. നമ്മളിങ്ങനെ വാർക്കലല്ല കേട്ടോ, ഇവിടെ ഊറ്റിയെടുക്കലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഊറ്റിയെടുത്ത് ഇനി അടുപ്പത്ത് നമുക്ക് ഉപ്പേരിയോ അല്ലെങ്കിൽ കറിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതാ ചോറൂറ്റലൊക്കെ കഴിഞ്ഞ് നമുക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നെന്താ പച്ചക്കറി എന്തോ കറി വെക്കാൻ വിചാരിച്ചിരുന്നതാ തക്കാളിയും വെണ്ടയും പാടെ തേങ്ങ അരച്ച് കറി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ തക്കാളിയും വെണ്ടയും പിന്നെ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച് വേവിച്ചതിലേക്ക് തേങ്ങ അരച്ചതും പാരലാണ്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് വറവിടുക ചെയ്യുക കേട്ടോ. അതാട്ടോ കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് അടിച്ചു വാരുക അങ്ങനത്തെ പാത്രം കഴുകുക അങ്ങനത്തെ പണികളൊക്കെ അതൊക്കെ തീർത്ത് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാനും ഉപ്പേരി വെക്കാനും അങ്ങനത്തെ ഒക്കെ പണികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്താണ്. അതുപോലെ കറിക്കും ഉപ്പേരിക്കും വേണ്ട ആവശ്യമായ തേങ്ങകളൊക്കെ അതും ഒന്ന് ചതച്ച് അരക്കാനുള്ളത് അരച്ചൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ അമ്മ ഇനി ഉപ്പേരി വെക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് കറി വെച്ചിന് കേട്ടോ. അപ്പോൾ കയ്പ്പ ഉപ്പേരി ഇപ്പോൾ നമ്മളെ കയ്പ്പ ഉപ്പേരി ഇവിടെ അടുപ്പത്ത് വെച്ചേന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയും അതുപോലെ ആ പയറിൻ്റെ ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചേന് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെല്ലിക്ക ഇട്ടിന് കേട്ടോ. അതൊന്ന് ഉപ്പിലിടായി അടിച്ച് എടുത്തതാണ്. അപ്പോൾ ഉപ്പിലിടുന്നതിന് മുന്നേ നമ്മൾ ഈ നെല്ലിക്കൻ്റെ ഈ വരകളില്ലേ അതേ കൂടെ ഒക്കെ ഒന്ന് ചെറിയ കീറ് വെക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും സുറുക്കയൊക്കെ എരിവൊക്കെ പെട്ടെന്ന് അതിലേക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ട് നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തെ ചോറും ഒക്കെ ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ, സി യു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ.